ഇനി ഇതിലെ മറ്റു ഓപ്ഷനുകൾ, ഈ CRM സോഫ്റ്റ്വെയറിൽ മറ്റു ഓപ്ഷനുകൾ കൂടി ജസ്റ്റ് നോക്കാം. ഷെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റ്. നമുക്ക് ഓരോ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ ഒരു നൈറ്റിലായിട്ട് നമുക്ക് മെസ്സേജ് പോകണം എന്ന് വിചാരിക്കാം. ഏത് സമയത്താണോ നമുക്കൊരു മെസ്സേജ് പോകേണ്ടത് ആ സമയത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമായിരിക്കും, അതായത് സിസ്റ്റം ഓൺ ചെയ്ത് ഇതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, സിസ്റ്റം ഓഫ് ആക്കിയിട്ട് പോയാൽ അത് വർക്ക് ചെയ്യില്ല. സിസ്റ്റം ഓൺ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 to 1, ഗ്രൂപ്പ്, ടാബ്, ലാബിൾസ് എന്നുള്ള ഈ 4 ഓപ്ഷനിലേക്കും നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് നേരത്തെ ടാബ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ടാബ് യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ളതൊന്നും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു. അത് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്താണോ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു ഫെസ്റ്റിവൽ ആണെങ്കിൽ ക്രിസ്മസിന് വരാനിരിക്കുന്ന ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് എന്നുള്ളത് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലത്തുള്ള മെസ്സേജ് ഓപ്ഷനുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവും. മെസ്സേജ് കൊടുക്കാം. ടൈം ഡിലേ സെറ്റ് ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഈ സമയത്താണ് നമുക്ക് മെസ്സേജ് പോകേണ്ടത് വെച്ചാൽ ആ സമയത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതോടെ അഗ്രി ചെയ്യണം. എന്നിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ എന്നുള്ളതിൽ നമുക്കിത് കാണാൻ കഴിയും. ആ മെസ്സേജ് സെൻഡ് ആയാൽ മാത്രമായിരിക്കും അവിടെ കംപ്ലീറ്റഡ് എന്നുള്ളത് കാണുക. ഓക്കെ, മെസ്സേജ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് എന്നുള്ള മെസ്സേജ് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോട്ട്സ്, ഓരോ കസ്റ്റമറെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു നോട്ട് പാഡ് ഓപ്ഷനാണ്. ഓരോ കസ്റ്റമർക്കും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് കിട്ടാനുള്ള കസ്റ്റമറാണെങ്കിൽ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ടൈം ഏത് സമയത്താണ് അവർക്ക് മെസ്സേജ് വേണ്ട സമയം സെറ്റ് ചെയ്യാം. കോൺടാക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം. എന്താണ് അവിടെ ഒരു ടോപ്പിക് കൊടുക്കേണ്ടത് ടോപ്പിക് കൊടുക്കാം. അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് അവിടെ കൊടുക്കാം. അവിടെ സേവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ ഒരു ഡാഷ്ബോർഡ് സംവിധാനമാണ്. ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാഷ്ബോർഡ്. ഓരോ ഭാഗത്ത് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു, ആ കസ്റ്റമർ നമ്മൾ വിസിറ്റ് ചെയ്യുന്നു, ആ കസ്റ്റമർ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലേക്ക് കസ്റ്റമേഴ്സിന് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡാഷ്ബോർഡ് സംവിധാനം. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നെയിം കൊടുത്ത് നമുക്ക് ആ ടാബിന് എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കസ്റ്റമറെ ഓരോ സ്റ്റേജിലേക്ക് കസ്റ്റമറെ കൊണ്ടുപോകാനുള്ള ഓപ്ഷനാണത്. ഇനി നമുക്കിവിടെ ഫങ്ഷൻ എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നിന്നും ഗ്രൂപ്പിലെ കോൺടാക്റ്റുകളെ എക്സൽ ഫയലിലേക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രൂപ്പിൽ നിന്ന്, അതുപോലെ തന്നെ ടാബിൽ നിന്ന്, ലാബിൽ നിന്നൊക്കെ നമുക്ക് കോൺടാക്റ്റുകൾ വളരെ ഈസി ആയിട്ട് ഒരു എക്സൽ ഫയലിലേക്ക്, അതുപോലെ തന്നെ CSV ഫയലിലേക്ക്, ടെക്സ്റ്റ് ഫയലിലേക്ക് ഏത് രീതിക്കാണോ വേണ്ടത് വെച്ചാൽ അതിലേക്കൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് ജോയിൻ ചെയ്യാൻ, ഗ്രൂപ്പിലേക്ക് പിന്നെ 2 ഗ്രൂപ്പുകളൊക്കെ ഒന്നിച്ച് ഗ്രൂപ്പാക്കാനുള്ള ഒരു ഓപ്ഷന്, അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സിൽ നമുക്ക് വരുന്നത്. അതോടൊപ്പം ഗൂഗിളുമായി ഇതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ കലണ്ടർ ഇതിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതനുസരിച്ച് ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിൽ ടാബുകളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൂൾസിൽ നമുക്ക്
വാട്സപ്പിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളൊരു വാട്സപ്പിൽ ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്കിൽ കയറിയാൽ ആ കസ്റ്റമർ ഡയറക്റ്റായിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് വരുന്ന ഒരു ഓപ്ഷൻ. നമുക്കിവിടെ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ കസ്റ്റമർക്ക് എന്താണോ ഫസ്റ്റ് ഒരു മെസ്സേജ് വരേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു മെസ്സേജ് കൊടുത്ത് നമ്മളിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ലിങ്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ ലിങ്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയാൽ ആ കസ്റ്റമർ ഫസ്റ്റ് കാണുന്ന മെസ്സേജ് ഇതായിരിക്കും. ജസ്റ്റ് ആ കസ്റ്റമർക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതിയാവും. നേരത്തെ നമ്മൾ ചാറ്റ് ഫ്ലോയിൽ ഇതേ ഒരു ഫീച്ചേഴ്സിൽ മോർ ഡീറ്റെയിൽസ് വാട്സപ്പ് CRM എന്നുള്ളത് ചാറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ മെസ്സേജ് ചെയ്യുന്നതോടുകൂടി ആ കസ്റ്റമർക്ക് നമുക്ക് ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഓക്കെ, ഇനി അവിടെ നമ്മൾ അതിന് താഴെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ചാറ്റ് ഫ്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് ഫ്ലോ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇങ്ങനെ നമുക്ക് ഈ രീതിയിലൊക്കെ ഈ CRM സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് യൂസർ എന്നുള്ള ഓപ്ഷനിൽ പ്ലാൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് വാട്സപ്പിൻ്റെ ഒരു CRM സോഫ്റ്റ്വെയർ.